അപ്പോൾ ജയ്സാൽമറിന് നമ്മൾ തിരിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഞങ്ങൾ ഇന്നലെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഫ്രൂട്ട് ഐറ്റംസ് ഉണ്ട്. ഇന്നിപ്പോൾ നമ്മൾ ബ്ലൂബെറിയാണ് കഴിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ലിച്ചിയുണ്ട്, പുതിനയുണ്ട്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇപ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട്. സോഡയും ഈ പറഞ്ഞ ഫ്ലേവറും കൂടെ ചേർത്തിട്ടുള്ള സാധനം. വില കുറവാണ് കേട്ടോ, 20 രൂപയുള്ളൂ. അപ്പോൾ ആ വിലയ്ക്ക് അത് കുഴപ്പമില്ല. ഇവിടെ ഭയങ്കര ചൂടാണ്, അപ്പോൾ അതുകൊണ്ട് നല്ല സെയിലുണ്ട് സംഭവം, നല്ല തിരക്കുണ്ട്. ഗുജറാത്തിലാണുള്ളത്. നമ്മൾ സൂറത്തിലേക്ക് പോണ വഴിയായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ചിക്കൻ മേടിച്ചിട്ടുണ്ട്. ഇവിടെ വെച്ചിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളതിൽ ഗ്രില്ല് കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചിക്കൻ മേടിച്ചു, മസാല മേടിച്ചു, അതിൽ കുറച്ച് മസാലയൊക്കെ ഒന്ന് പുരട്ടി നമ്മളൊന്ന് ഫ്രൈ ചെയ്ത് കഴിക്കുകയാണ്. കാരണം വേറെ ഒന്നുമല്ല, രാവിലത്തെ ഫുഡ് അങ്ങോട്ട് ശരിയായില്ല, കഴിച്ച ആഹാരം ശരിയായില്ല. ഇപ്പോൾ വന്നിടത്തെല്ലാം ധാബയാണുള്ളത്. അപ്പോൾ നമ്മുടെ ആഹാരം ശരിയാവുന്നില്ല, പൈസ ഒരുപാട് ചിലവാകുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഗ്യാസ് കുറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം ചിക്കൻ ഇവിടെ മേടിക്കാൻ കിട്ടി. ചിക്കൻ മേടിച്ചിട്ട് ഒന്ന് പൊരിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. മാഗി ഉണ്ട്, മാഗി ചിലപ്പോൾ വേണമെങ്കിൽ മാഗി വേണോ? മാഗി വേണ്ട, ചിക്കൻ തോനെയുണ്ട്. അപ്പോൾ ഏതായാലും 2 കിലോ ചിക്കൻ ഉണ്ടെന്ന്. അപ്പോഴത്തേക്ക് ഇത് മാത്രം ഒന്ന് ഫ്രൈ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. ചരിഞ്ഞിരിക്കുകയാണ് അങ്ങനെ ചുറ്റിക്കൊന്നും വേണ്ടോ? അല്ല, ഇത് കുറച്ചുകൂടെ ആവണ്ടായിരുന്നു. സമയമില്ല, ആയില്ലല്ലോ. ആയിട്ടുള്ള സമയമൊക്കെ മസാല പിടിച്ചിടത്തോട്ട് ഉള്ള സമയമൊക്കെ മതിയുന്നത്. ഒന്ന് അടങ്ങാ, നീ വെച്ചൊന്ന് തിളക്കട്ടെ. നീ അത് ഇയാളാ വെച്ചൊന്ന് കുരുങ്ങിയിരിക്കുന്നുണ്ടേ. മരുഭൂമിയിലാണ് കൊണ്ടിടാടേ. ഒട്ടകത്തിനെ പിടിക്കാൻ തിന്നി ഇതൊക്കെ തന്നെയും പിന്നെന്താ വിലയില്ലല്ലോ. ഇടേ ഇനി ഇത് അങ്ങോട്ട് കൂടെ മറിക്കാൻ നേരത്ത് തോനായി കഴിഞ്ഞാൽ വെളിയിൽ പോകും. അങ്ങോട്ട് മറിച്ച് കൊടുക്കണം. എണ്ണ ഇച്ചിരി ഒഴിക്കണ്ടായിരുന്നു. അപ്പോൾ എണ്ണ ഉണ്ടാകും. ചിക്കൻ ഫ്രൈ ആദ്യത്തെ സെറ്റ് റെഡി ആയിട്ടുണ്ട്. രണ്ടാമത്തെ സെറ്റ് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഭയങ്കര ചൂടാണ് കേട്ടോ. നമ്മുടെ മസാലയ്ക്ക് വ്യത്യാസമുണ്ട്. അതുപോലെ കടുകെണ്ണയാണ്. കടുകെണ്ണ വെളിച്ചെണ്ണയിൽ നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. കടുകെണ്ണയ്ക്ക് ചെറിയ ടേസ്റ്റ് വ്യത്യാസമുണ്ട്. നമുക്ക് എന്നാലും കുഴപ്പമില്ല. ചിക്കൻ ഫ്രൈ ചെയ്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിക്കുന്നില്ല, നീ കഴിച്ചു നോക്കിട്ടോ. അങ്ങനെ കഴിച്ചു നോക്കി. ചൂടുണ്ട്. കുഴപ്പമില്ല. ഓക്കെ അല്ലേ? കുഴപ്പമില്ലല്ലോ. മസാല അകത്തോട്ട് പിടിച്ചില്ല, കാരണം നമ്മൾ കുറേ നേരം വെച്ചില്ല. പുരട്ടി വെച്ചിട്ട് കുറച്ച് നേരം വെച്ചോളൂ. അകത്തോട്ടൊന്നും പിടിച്ചില്ല. നിങ്ങൾ ടേസ്റ്റ് ഉണ്ട്. നമ്മൾ പുഴുങ്ങുന്ന ഇത് ഫ്രൈ ചെയ്യുന്നതിന് മുമ്പായിട്ടൊന്ന് പുഴുങ്ങിയായിരുന്നു വെള്ളത്തിട്ടിട്ട്. അതുകൊണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്. കുഴപ്പമില്ല, നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ അവരുടെ മസാല നമ്മുടെ മസാലക്കാരും വേറെ ടേസ്റ്റ് ഉണ്ട്. അതുപോലെ എണ്ണയും വെളിച്ചെണ്ണ അല്ല, കടുകെണ്ണയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് കഴിക്കാം. എന്തായാലും അത് നേരെ സൂറത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ചാനൽ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളോ നമ്മൾ ചെയ്യുന്നതിനകത്ത് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ.